മഹീയപുരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമ്പന്നമായ ചരിത്രം ധരിച്ചിട്ടുള്ള വിദ്യാലയത്തിലാണ് വേദികാകുമ്പോൾ തന്നെ നമുക്കറിയാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെ കുറിച്ച് നാട്ടുകാരല്ലാതെ മഞ്ചേശ്വരത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ 40ഓളം ഡോക്ടർമാരെ സമർപ്പിച്ച നായർമോളൻ ഫാമിലി അസോസിയേഷൻ്റെ ഒരുപാട് ഡോക്ടർമാരെ വേദിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആലോചിച്ച് കാണും. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ ഡോക്ടർ സിദ്ദീഖ് കണ്ണൂരിലെ തലശ്ശേരിയിലെ ഇന്ദിര ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ ഞാൻ ഫാമിലിക്കാരെന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷം മനസ്സിൽ കടന്നു. ഡോക്ടർ മൂസഫ, ഡോക്ടർ മുതലേ എല്ലാവരും പ്രഗത്ഭരായ നമ്മുടെ റിട്ടയർഡ് ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച് കടന്നു വന്ന വ്യക്തിത്വമടക്കമുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. വേദിക്ക് മുമ്പിലാണെങ്കിൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇതേ നാട്ടുകാരനായ ഷുബൂച്ച് അടക്കമുള്ള സത്യത്തിലും ഒരിക്കൽ കാണാത്ത ഡോക്ടർമാരും പ്രഗത്ഭരും പ്രതിഭകളുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പ് എന്നാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ചർച്ചകൾക്കിടയിൽ നമ്മൾ പറയാറുള്ളത്. ഞാൻ മഞ്ചേശ്വരത്തിൻ്റെ MLA ആയതിനു ശേഷം ഏറ്റവും ശ്രദ്ധിച്ച ഒരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. മംഗലാപുരത്തെ ഏത് ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് പോയാലും ഏനപ്പയ മെഡിക്കൽ കോളേജിലെ സേവനമനുഷ്ഠിക്കുന്ന മുസഫ ഡോക്ടറടക്കമുള്ള ആളുകൾ മഞ്ചേശ്വരത്തെ MLAയുടെ കാര്യം പറയുമ്പോൾ റിസപ്ഷൻ പറയും, അയാൾ തീരെ ശരിയില്ല, കാരണം ഞങ്ങൾക്കിവിടെ പൈസ തരാൻ ബാക്കിയുണ്ടെന്ന് എല്ലാ ഹോസ്പിറ്റലും പറയും. യൂണിറ്റിയും ഐലൻഡും കാരണം മരിച്ചുപോയി ആ മയ്യത്ത് ഏറ്റുവാങ്ങുമ്പോൾ MLA വിളിക്കും. ഞങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയാണുള്ളത്, 2 ലക്ഷം പറയുന്നു. അപ്പോഴും ഒരു 1.75 എടുത്തപ്പോൾ ഞാൻ പറയും, ഞാൻ ജാമ്യം നിൽക്കുന്നത്, ഞാൻ ആ ആള് മയ്യത്ത് മറവ് ചെയ്തതിനു ശേഷം അവരെന്തെങ്കിലും റീസൺ പറയും. ഇത് മൊത്തം തലയിലേറ്റിട്ട് 4 വർഷം ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ കടത്തിലായ ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ മനസ്സിലൊരു ഡ്രീമായിരുന്നു 5 വർഷം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ 5 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ റോഡും പാലവും കുടിവെള്ളവും കൃഷിയും അല്ലാതെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കണമെന്ന്. അന്ന് എൻ്റെ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മമതാ ദിവാകർ ഒരു സംസ്ഥാനത്തിടക്ക് തുറവിൽ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ 3 പ്രാവശ്യം ഞാനും കുടുംബവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മമതയോട് ചോദിച്ചു, ഇതേ പഞ്ചായത്തുകാരിയാണ്, എന്തിനാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഫാദറിന് കിഡ്നിയുടെ അസുഖം വന്നപ്പോൾ ഡയാലിസിസിന് വഴിയില്ലാതെ സാമ്പത്തിക മുക്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലൊരു സ്വപ്നമായി ഞാനിങ്ങനെ ആ സ്വപ്നം നെയ്തെടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നീട് ആദ്യം തന്നെ എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡയറക്ടർ ഓഫീസറോട് പറഞ്ഞു, മഞ്ചേശ്വരക്കാർക്ക് കിഡ്നിയുടെ അസുഖം വന്നാൽ ഒന്നെങ്കിൽ മംഗലാപുരത്ത് പോയി ഏതെങ്കിലും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കണം, ഇല്ലെങ്കിൽ കാസർകോട്ടേക്ക് പോകണം. നല്ല പാലിച്ച ചെലവ്, നമുക്കൊരു ഡയാലിസിസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്തിനോ ഡയാലിസിസോ ഒരിക്കലും കഴിയില്ല. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അസാധ്യം, 6 കോടി ഫണ്ടാണ് വാർഷികമായി നമുക്കുള്ളത്. അതാണെങ്കിൽ SC-യും ST-യും അഗ്രികൾച്ചർ മേഖലയും ഇൻഫ്രയൊക്കെ ചേർത്തപ്പോൾ ഇതെങ്ങനെ പൂർത്തീകരിക്കാം? ഞാൻ അപ്പോഴും പറഞ്ഞു, കഴിയും, ചെയ്യും. പിന്നീടുള്ള യാത്രയിൽ ഉപ്പളയിൽ ആരോഗ്യ മേഖലയിൽ മഞ്ചേശ്വരം സമർപ്പിച്ച പ്രതിപാദനായ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ലത്തീഫ. ഞാൻ എൻ്റെ എല്ലാ പ്രസംഗത്തിലും കോട്ടയിൽ ഒരു മനുഷ്യനാണ്. സമ്പന്നരെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സമ്പന്നരുമായി വലിയ ബന്ധം സ്ഥാപിക്കാറുമില്ല. ചില സമ്പന്നരെ വല്ലാണ്ട് സ്നേഹിക്കാറുണ്ട്, കാരണം അവർ പാവങ്ങളെ ചേർത്ത് നിർത്തിയാൽ വല്ലാത്തൊരു ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഡയാലിസിസിന് ആശ്രയം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 100 ലക്ഷം രൂപ ഞാൻ തരാം പ്രസിഡന്റ്, നിങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. പിന്നീട് അന്നത്തെ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ ഓട്ടമായി 2.5 കോടി രൂപയിൽ മത്തുച്ചാൽ പറയുന്ന മഞ്ചേശ്വരത്തിൻ്റെ MLA 2018 ഒക്ടോബർ മാസം 20-നാണ് മരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഞാൻ മത്തുച്ചയോട് പറഞ്ഞു, ഞാൻ ഡയാലിസിസ് മഞ്ചേശ്വരത്ത് ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് സ്വപ്നം കാണുന്നു, എനിക്കൊരു ഫണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ മത്തുച്ചയുടെ ജനാസ മറവ് ചെയ്ത് അവസാനമായി ഒപ്പിട്ടത് ഉപ്പളയിലുള്ള ഡയാലിസിസ്
50 ലക്ഷമായിരുന്നു. അത് മൊത്തം ശേഖരിച്ച് ഒരു 2.5 കോടി രൂപയുടെ അതിമനോഹരമായ മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിന്റെ 142 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തിയിൽ നിന്ന് 1 കോടി വാങ്ങി ഡയാലിസിസ് സ്ഥാപിച്ച ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് MLA ആയി തിരിച്ച് അതേ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഞാൻ പോയി. ഇപ്പോഴും ചില സമയത്ത് വല്ലാത്ത സ്ട്രെസ് വരുമ്പോൾ ഞാൻ അവിടത്തേക്കാണ് പോകാറുള്ളത്. തിരുവനന്തപുരത്തേക്ക് കുടുംബസമേതം ടൂർ പോയപ്പോഴും ഫാമിലിയെ കൊണ്ടുപോയത് RCCയിലേക്കായിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ ക്യാൻസർ ബാധിച്ച് മുടി നഷ്ടപ്പെട്ട് ഓമനത്വത്തിന്റെ കുഞ്ഞുങ്ങൾ മരത്തെ മുഖാമുഖം കാണുന്ന ആ രംഗം എൻ്റെ ഫാമിലിക്കും എൻ്റെ കുട്ടികൾക്കും കാണിച്ചു കൊടുത്തപ്പോഴാണ് മനുഷ്യത്വത്തിന്റെ പുതിയ ലോകത്തിന്റെ ഒരു ചിത്രം കുഞ്ഞു മനസ്സിലേക്ക് പകർത്താൻ കഴിയുന്നത്. വീണ്ടും ആ ഡയാലിസിസിലേക്ക് പോയപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ടു. വീണ്ടും ഫോൺ എടുത്തു, ലതീഷയോട് പറഞ്ഞു ഒരു 2 മിഷൻ കൂടി വേണം. അപ്പം തന്നെ അതിന് പറഞ്ഞു ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം, 12 മാറ്റി. ഇപ്പം അത് വീണ്ടും 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് വെച്ച് 8 മിഷൻ ചേർത്തിട്ട് 20 മിഷനുള്ള അതിമനോഹരമായ ഒരു ഡയാലിസിസ് ആക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിത് ഡോക്ടർമാരുടെ സദസ്സിൽ പറയാൻ കാരണം നമ്മളെല്ലാവരും ഒരുപാട് ഡോക്ടർമാരെ കാണുമ്പോൾ ഞാൻ പുതിയ തലമുറയിലെ ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ചോദിക്കാൻ കാരണം ഒരു കാലത്ത് നമുക്കറിയാം പുതിയ സംവിധാനങ്ങൾ, പുതിയ സൗകര്യങ്ങളൊക്കെ വന്ന ഒരു കാലമാണ്. പുതിയ ഡോക്ടർമാരെ പലപ്പോഴും കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഡോക്ടർമാരെന്റെ മുമ്പിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മംഗലാപുരത്ത് ഏറ്റവും പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കാണാൻ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വരുന്ന പ്രസവിക്കാൻ വരുന്ന ഡോക്ടറുടെ ബില്ല് ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവർ തിരിച്ചു പോകുമ്പോൾ ഒരു കവറിൽ 5000 10,000 വെച്ചിട്ട് അവർക്ക് ചെലവിൽ കൊടുക്കുന്ന പുതിയ കാലത്തുള്ള നന്മയുടെ ഡോക്ടർമാരുടെ മുഖങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തലക്കളാന്ന് പറയുന്ന ഈ ക്ലബ്ബ് 10 വർഷത്തോളമായി തലക്കള എന്ന് പറയുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഉയർത്തിച്ചുകൊണ്ട് വലിയ ചരിത്രം സൃഷ്ടിച്ച ഒരു ക്ലബ്ബാണ്. പ്രത്യേകിച്ച് നാരായണപുര ഫാമിലി അസോസിയേഷനിലെ 40ഓളം ഡോക്ടർമാരെ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. പലപ്പോഴും നിങ്ങൾക്ക് കുമ്പോല് ഏറ്റവും കൂടുതൽ കുമ്പോല് മഞ്ചേശ്വരത്തിന്റെ ചരിത്രം ഇരിക്കുമ്പോൾ തങ്ങന്മാരുടെ ഫാമിലിയാണ് കുമ്പോൽ തലമുറ. കുമ്പോല തങ്ങന്മാർ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ്. ഇന്ന് രാവിലെ എൻ്റെ ഗവൺമെന്റ് എൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു റോഡിന്റെ ഉദ്ഘാടനം സാധാരണ ചെയ്യിപ്പിക്കാൻ പാടില്ല. ഞാൻ കുമ്പോല തങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോഴും ആ തങ്ങളുടെ കുടുംബത്തെ പരാമർശിക്കാൻ കാരണം ആ ഫാമിലിയിൽ തന്നെ 10-15 ഡോക്ടർമാർ പുതിയ കാലത്ത് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ആരോഗ്യരംഗത്ത് മഞ്ചേശ്വരത്തിന്റെ ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലം പുതിയ തലമുറ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയുടെ ഈ സേവനം പലപ്പോഴും പുതിയ തലമുറയിലെ ഈ പ്രാവശ്യത്തെ നീറ്റിന്റെ എക്സാം വരുമ്പോൾ ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. ഒരു ഡോക്ടർ പഠിക്കുക എന്നുള്ളത് പുതിയ കാലം നമ്മുടെ മുന്നിൽ പഠിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഡോക്ടറാകണം, ഒരു കുട്ടിക്ക് സിവിൽ സർവീസിലേക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതാവോ മാതാവോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി മാത്രം വിചാരിച്ചാൽ മതി. ആ കുട്ടിക്ക് ആരുടെ മുന്നിലും തലകുലിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് ഒരു MLA-യുടെ MP-യുടെ മുന്നിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ആ കുട്ടി വിചാരിച്ചാൽ ആ കുട്ടിക്ക് സ്ത്രീ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നായർപോലെ ഫാമിലി കാർഷികതയുടെ സമ്പന്നമായ ഒരു പാരമ്പര്യത്തിൽ നടന്ന ഒരു കുടുംബത്തിന് ചെറുതും വലുതുമായ ഒരുപാട് ഡോക്ടർമാർ ലോകത്തിന്റെ വിവിധ ദർഗയിലേക്ക് മാറി പറന്നു പോകുന്നു എന്നത് അവർ പക്ഷേ നിങ്ങളുടെയൊക്കെ ഉപ്പാപ്പയും ഉമ്മാമയുമായിട്ടുള്ള ആളുകൾ അവർ ഹബറിൽ കിടക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ചെയ്യുന്ന സേവനം സന്തോഷത്തോടു കൂടി കാണുന്നുണ്ടാകാം. നിങ്ങളൊക്കെ ആ രംഗത്തേക്ക് വാർത്തെടുത്ത ആ നല്ല മനുഷ്യർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹോസ്റ്റലിന്റെ ഈ പരിപാടിയിലെത്തുമ്പോൾ ഇത്രയും വലിയ വേദിയിലെത്തുമ്പോൾ തന്നെ വല്ലാണ്ട് പകച്ചുപോയി. ദീർഘകാല കർണാടകത്തിന്റെ നിയമപീഠത്തിൽ അത്യുത്തമ സേവനം ചെയ്ത ആളുകളും ഡോക്ടർമാരൊക്കെ ഇരിക്കുമ്പോൾ ഒരല്പം വൈകാനുള്ള കാര്യം എൻ്റെ കാര്യമല്ല. ഇന്നലെയും ഇനിയാണ് എൻ്റെ മണ്ഡലത്തിൽ ചരിത്രത്തിലില്ലാത്തൊരു മഴയാണ് പെയ്തത്. രാത്രി 3:30 മണിക്കാണ് ആ ഒരു മണിക്ക് തുടങ്ങിയ മഴ ഒരു 4:30 ആകുമ്പോൾ 150 വീടുകളെങ്കിലും എൻ്റെ മണ്ഡലത്തിൽ തകർന്നു പോയിട്ടുണ്ട്. കണക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് ആ 2 മണിക്കൂർ മഴയിൽ എൻ്റെ മണ്ഡലത്തിന്റെ മാത്രം നഷ്ടം 100 കോടി കഴിയും. ഞാനിവിടെ ഉദ്യാപനത്തിൽ ക്ഷേത്രത്തിന്റെ അവിടുത്തെ രാജവെളിച്ചപ്പാടിന്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ 60 കഴിഞ്ഞ
ഞാനിങ്ങനെ ഈ കട്ടിലൊന്ന് ഭൂമി കുറുക്കുണ്ടായെന്ന് നോക്കുമ്പോൾ എന്റെ കട്ടിൽ നിൽക്കുന്നത് വെള്ളത്തിനടിയിൽ എന്ന് പറയുന്ന രീതിയിൽ ചരിത്രത്തിൽ ഒരു കാലത്തും കാണാത്ത ഒരു ദുരന്തമാണ് മഞ്ചേശ്വരം നേരിട്ടത്. ഇന്നലെ രാവിലെ മുതൽ കലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ക്യാമ്പ് കൂടി കടന്നു പോകുന്നത്. ഞായറുപോലെ ഫാമിലി അസോസിയേഷന്റെ ഡോക്ടർമാരോട് ഒരു റിക്വസ്റ്റ്, നിങ്ങളൊക്കെ നിങ്ങളുടേതായ ലോകത്തിൽ നിങ്ങളുടേതായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. മഞ്ചേശ്വരത്തിന്റെ ആരോഗ്യ രംഗത്തും ഒരു പുതിയ പ്രോജക്റ്റും കാര്യങ്ങളും ഞങ്ങളും ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൊളിറ്റിക്കലി ആയിട്ട് ആലോചന നടത്തുന്നുണ്ട്. മഞ്ചേശ്വരത്തിൽ ജനിച്ചു വളർന്ന് ലോകത്തിന്റെ നൽകിയിലേക്ക് എത്തിയ ആളുകളെ മഞ്ചേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി. അപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പൊളിറ്റിക്സിന് ഡോക്ടർ വീരപ്പ മൊയ്ലി അദ്ദേഹം മഞ്ചേശ്വരക്കാരനാണ്. അനിൽകുമാർ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം മഞ്ചേശ്വരക്കാരനാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആന വളർത്തൽ കേന്ദ്രമുള്ള പ്രജ്ഞ ചൗട്ട, ഏഷ്യയിൽ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമുള്ളത് ഈ മീയപ്പദവിലെ ഡോക്ടർ പി കെ ചൗട്ടയുടെ മകള് പ്രജ്ഞ ചൗട്ടയാണ്. പ്രജ്ഞ ഇതേ മീയപ്പദവിലെ സന്ധി ചൗട്ട എന്ന് പറയുന്ന ഒരാളാണ്. മോഹൻലാൽ ആദ്യമായും പിന്നെ ഇന്ത്യയിൽ കമ്പനി എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുമ്പോൾ പ്രശസ്തനായ സിനിമ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ സന്ധി ചൗട്ട. അങ്ങനെ മഞ്ചേശ്വരം ഒരുപാട് ആളുകൾ സമർപ്പിച്ച സമ്പന്നതയുടെ ഒരു മണ്ണാണ്. ഈ പ്രതിഭകളെ മുഴുവൻ അമേരിക്കയിലേക്ക് പോയാലും ദൂരേക്ക് പോയാലും ഒരുപാട് മഞ്ചേശ്വരക്കാരായ ഡോക്ടർമാരെയും പ്രശസ്തരായ ആളുകളെയൊക്കെ കാണാറുണ്ട്. അവരെ ഒരു കണക്കിന് പുതിയ കാലത്ത് കൊണ്ടുവരാൻ പ്രയാസമില്ല. വാട്സപ്പിന്റെയും ഈ സൗകര്യങ്ങളുടെ ഒരു കാലത്ത് എവിടെ നിന്നും നാട്ടിലേക്ക് സംവദിക്കാൻ കഴിയും. അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നായന്മാരുടെ ഫാമിലി അസോസിയേഷന്റെ ഓരോ ആളുകളോടും ഞങ്ങളുടെ ആ ഒരു സ്വപ്ന പദ്ധതി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഒരു സഹായം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ സ്ഥിരമായി എപ്പോൾ ഓഫീസിൽ ഇരുന്നാലും 50% ആളുകൾ ഞങ്ങളെ സമീപിക്കാറുള്ളത് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുസഫറൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ കൊടുക്കാറുള്ളത് ഏലപ്പായ മെഡിക്കൽ കോളേജിലേക്കാണ്. ഫോൺ എടുക്കാൻ കഴിയാത്തത് നൽകിൻ്റെതാണ്. ഇന്നലെയും രാവിലെ വീട്ടിൽ നിന്നും 9 മണിക്ക് ഈ ഒരു ഡ്രൈവിന് വേണ്ടി ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ നബീൻ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ മുമ്പിലെത്തി. ക്യാൻസർ ബാധിച്ച് ഡോക്ടർ ജേക്കബ് എന്ന് പറഞ്ഞ ഏലപ്പയുടെ ഡോക്ടർ അദ്ദേഹത്തോട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് 10 ദിവസമായി ആ ചെറിയ കുട്ടികളും ഭാര്യയും ഒരു വഴിയുമില്ലാതെ വീട്ടിൽ നിൽക്കുന്നത്. ഇന്നലെ ലെറ്റർ കൊടുത്തിട്ട് ആ പറയുന്ന എമൗണ്ട് കൂടി അവരോട് ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞ തുകയിൽ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റിന് പോലും ഏലപ്പുഴയിലേക്ക് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞു, എസ് ഫാമിലി. ഞാൻ അപ്പോൾ പറഞ്ഞു എന്നെ കത്ത് കൊടുത്തെങ്കിൽ അത് എന്റെ തലയിൽ വീഴുന്ന രീതിയിലാണ് വരുന്നത്. ഇന്നലെയും ഏറ്റെടുത്ത ഒരാളാണ്. ഏലപ്പുഴ മെഡിക്കൽ കോളേജ് ഇറങ്ങോളം കോളേജുകളും അവിടുത്തെ ഹോസ്പിറ്റൽസും ഒക്കെ നന്നായി സഹകരിക്കാറുണ്ട്. ആ നന്ദി കടപ്പാട് മറക്കുന്നില്ല. ബ്ലാക്ക് ഷർട്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് തലങ്ങളെയും നായന്മാരുടെ ഫാമിലി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പ് ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ പിന്നെ മുളയിലെ രോഗം തിരിച്ചറിയാൻ ഒരു ക്യാമ്പായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഴക്കാലത്ത് നിങ്ങളുടെയൊക്കെ ധാരാളം തിരക്കുകൾക്കിടയിൽ നായന്മാരുടെ ഫാമിലി അസോസിയേഷന്റെ ഒരുപാട് ഡോക്ടർമാർ എനിക്ക് മുന്നിൽ കാണുന്നുണ്ട്. ഷബീറൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഷബീറിന്റെ കുട്ടി പഠിക്കുമ്പോൾ അത് ഷെയർ ചെയ്യും. ആ കുട്ടി സ്റ്റെതസ്കോപ്പ് കയ്യിലിട്ട് ആ സന്തോഷം പങ്കുവെച്ചു. ആ കുട്ടി ക്യാമ്പസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് എന്നെ പങ്കുവെച്ചു. ദൂരെ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡോക്ടറാണ് ബഷീർ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എണ്ണിയാലെടുക്കാത്ത ഒരുപാട് ഡോക്ടർമാരെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സേവനം വിലമതിക്കുന്നതാണ്. മഞ്ചേശ്വരം എന്ന നിലയ്ക്ക് നായന്മാരുടെ ഫാമിലി അസോസിയേഷന്റെ ഈ ഒരു സേവനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഏറ്റവും മികച്ച അദ്ദേഹത്തിനൊപ്പം മനുഷ്യത്വമുള്ള തലക്കടയിലെ ബ്ലാക്ക് സ്റ്റാർസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചവരും ആ കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. വലിയ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ അനുവാദത്തോടുകൂടി MLA എന്ന നിലയ്ക്ക് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എന്റെ വാക്കുകളുടെ വിരാമം.